വീക്കെൻഡ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം അടിപൊളിയായിരിക്കും കേട്ടോ. ഞങ്ങളിത് ബുക്ക് ചെയ്തത് Airbnb വഴിയായിരുന്നു. അപ്പം അതും 2 ഡേയ്സിലേക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിൽ പെർ നൈറ്റ് 65 പൗണ്ട്സ് ആയിരുന്നു അവർ ചാർജ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ടോട്ടൽ ശരിക്കും 130 ആണ് വരേണ്ടിരുന്നത്. പക്ഷേ അതിൽ ത്രൂ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ എക്സ്ട്രാ കുറച്ച് സർവീസ് ചാർജ് അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഫീസ് കാര്യങ്ങൾ എല്ലാം കൂടി വന്നപ്പോൾ 190 ആയിരുന്നു ടോട്ടലായിട്ടുണ്ടായത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വേണമെങ്കിൽ കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു അത്. പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ, സൺസെറ്റ്, സൺറൈസ് ഒക്കെ നമുക്ക് റൂമിലിരുന്ന് തന്നെ കാണാൻ പറ്റും. നമുക്കൊരു ബെഡ്റൂം കണക്കത്തൊരു ബാത്റൂം ഉണ്ട്. ഇത് ആക്ച്വലി ഫുൾ ക്ലീൻ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അലമ്പൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. ആദ്യം ഇവിടെ ഉള്ളൊരു ഫോൾട്ട് എന്ന് പറയാൻ, ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ജനലാണ്, വിൻഡോ ഓപ്പൺ ആണ്, കർട്ടൻ കവറിങ് ഒന്നുമില്ല, സൂക്ഷിച്ചും കൊണ്ട് കുളിക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അത്യാവശ്യം ഒരു ബെഡ്റൂമിന്റെ സ്പേസും ഉണ്ട് ഇവിടെ. ഇവിടെ ഇതേപോലെ കുറേ റൂംസ് ഉണ്ട്. ഒന്നിവിടെയാണ്, ബാക്കിയൊക്കെ പ്രൈവറ്റ് റൂംസ് ആണ്. ലൈക്ക് ഇത് നമ്മുടെ ബെഡ്റൂം. സോ ഇതാണ് നമ്മൾ എടുത്തേക്കുന്നതിൽ ഒരു ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നല്ല വ്യൂ ആട്ടോ ആക്ച്വലി. ഇവിടുന്ന് സൺറൈസ് ഒക്കെ ബെസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരാളിവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സല്ല, ഫൈനൽ ടച്ചപ്പ്. ആൻഡ് ഇവിടെ ഒരു വിൻഡോ കൂടി വരുന്നുണ്ട്. അതിൻ്റെ വ്യൂ പൊളിയാണ്, നൈസാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിനെക്കാട്ടും പച്ചപ്പ് ഇവിടെ ഉണ്ടോയെന്നൊരു സംശയം. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം നമുക്ക് കിട്ടിയേക്കുന്നത്. And this is the second bedroom. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇവർ പഴയ കുറേ ഐറ്റംസ്, അതായത് ഒരു ആൻറ്റിക് പീസസ് ഒക്കെ കുറേ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ എസ്പെഷ്യലി, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ആൻഡ് ദ വ്യൂ അപ്പോൾ പോവാം. നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. 10 മണിക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. ഫുഡ് കഴിക്കാനത് കാണാം. ഇതിൽ നമ്മളെ സ്റ്റേക്കേസ് ഇവിടെ നിന്ന് നേരെ പോയാൽ ലിവിങ് ഏരിയ ഉണ്ട്. ആ ലിവിങ് ഏരിയയിലാണ് ചെറിയൊരു മൈക്രോവേവും ഫ്രിഡ്ജും ഒക്കെ സെറ്റപ്പ് ആയിട്ടുള്ളത്. ഇന്നലെ നിങ്ങൾ രാത്രിയിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഫയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് ആ ലിവിങ് ഏരിയയിലാണ്. ഇതാണ് ലിവിങ് ഏരിയ. പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഗുഡ് മോർണിംഗ്. Good morning. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. സോ ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റ്, കിച്ചൺ അല്ല പ്ലീസ്, അത്യാവശ്യം വേണ്ട മൈക്രോവേവ്, ടോസ്റ്റർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ ചെറിയൊരു ഫ്രിഡ്ജും. വളരെ ചെറുത്. ഇവിടെ നിന്ന് നോക്കിയാലും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് പുറത്തേക്ക്. സോ ഓവറോൾ വെരി ഗുഡ്, നല്ല ആംബിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തോടുകൂടി നിങ്ങൾ ലേക്ക് ഡിസ്ട്രിക്ട് ട്രിപ്പ് തീരാണ്. അപ്പം സ്റ്റീം ട്രെയിൻ കാണണമെന്നുണ്ട്. ഒന്ന് അവിടെയും കൂടി പോയി കയറിയിട്ട് നേരത്തെ തിരിച്ച് ബാക്ക് ടു ഹോം. Exiting average speed check. Entering average speed check. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഈ എവിടേക്കാണോ? അപ്പോൾ സ്റ്റീം ട്രെയിൻ ഇവിടെ ഉണ്ട്, കയറിയിട്ട് വരാം. എന്തായാലും 3:30 വന്നല്ലോ.
എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞങ്ങൾ ലേക്ക് സൈഡിൽ ട്രെയിൻ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ അടുത്ത് പുറത്തേക്ക് കാണുന്നുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്, ഓൾഡ് സ്ട്രീറ്റ്. സോ അതിലേക്കൂടെയൊക്കെ നടക്കാൻ അത്യാവശ്യം നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്തി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ട്രെയിന്, ഇഷ്ടമുള്ള ടൈമുള്ളൊരു ട്രെയിന് നിങ്ങൾക്ക് തിരിച്ചു പോവാം. അപ്പോൾ അതിന് വേറെ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇവിടെ കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഒരു അത്യാവശ്യം നല്ല ബിൽഡിങ്, നടക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റീം ട്രെയിനിൽ തിരിച്ച് നമ്മുടെ കയറിയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് പഴയ കാലത്തുള്ള ഒരു ട്രെയിനിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലേക്ക് സൈഡ് അതിനെന്തോളം സ്റ്റോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. നമ്മൾ വേഗം തിരിച്ചു വരുന്നതായിരിക്കും. ഒരു പരിധി വരെ നിന്നാണ് ഒരു ടൈം ലാഭിക്കാം. പിന്നെ ഫുഡ് കഴിക്കാനാണെങ്കിൽ അവിടെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ ഒരു ഷോപ്പുണ്ട്, താഴെയുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് ലേക്കിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാം. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് അതിലുണ്ട്. അല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അക്വേറിയം ഉണ്ട്, പിന്നെ ക്രൂയിസുണ്ട്. ഞങ്ങൾക്ക് അക്വേറിയത്തിൽ കയറി കാണണമെന്നുണ്ടെങ്കിൽ ഒരു സീ അക്വേറിയം കൈൻഡ് ഓഫ് ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അതിന് ഒരാൾക്ക് 10 പൗണ്ട് ഉണ്ട്. അത് വേണമെന്ന് അറിയില്ല, ഞങ്ങൾ കയറിയിട്ടില്ല. 10 പൗണ്ട്സ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. അതേപോലെ അവിടെ നമുക്ക് ക്രൂയിസ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ലേക്ക് മൊത്തം കറങ്ങാനുള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ട്. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടിക്കറ്റ് റേറ്റിലാണ് അത് പോകുന്നത്. ചെറിയ ബോട്ടിനാണെങ്കിൽ 14 പൗണ്ടാണ്. അതിന് വലുത് പോകുന്നതിന് അതിന് കൂടുതലായിട്ട് വരും. ഇതും പിന്നെ അവിടെ ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ആ ലേക്കിൻ്റെ വ്യൂ എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ അവിടെ കാര്യമായിട്ട്. വേറെ ഒന്നും നമുക്ക് പോയി കാണാനോ നടക്കാനൊന്നുമില്ല. ഇത് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടും. പക്ഷേ ഈ ട്രെയിൻ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ട്രെയിന് നല്ലൊരു ഫീലിംഗ് കിട്ടും.